സംസ്ഥാനത്ത് മസ്റ്റിംഗ് പുരോഗമിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന റേഷൻ വ്യാപാരികളാണ്. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് മസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. വീടുകൾ വരെ ഞങ്ങൾ ഈ സമയത്ത് പോയിട്ടുണ്ട്, ഇല്ല ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ഒരുപാട് ചിലവുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു ചിലവ് നിന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ 70% ആയത്. ഇത് ചെറിയ കുട്ടികൾ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, വൃദ്ധന്മാർ, വീട്ടിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇനി ബാക്കി വരുമ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം സർക്കാർ ഉണ്ടാക്കണം. ഐ സ്കാനർ സർക്കാരിൻ്റെ ചിലവിൽ വാങ്ങി അതിന് വേണ്ട സൗകര്യം ക്യാമ്പ് നടത്തി സർക്കാർ ചെയ്യണം. വീടുകളിൽ പോകാൻ വ്യാപാരികളുടെ കൂടെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഉണ്ടാവണം, പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവണം, സന്നദ്ധ സംഘടനകൾ ഞങ്ങളും സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ മാത്രം കരുവാക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. എല്ലാത്തിനും സഹായിക്കാൻ വ്യാപാരികൾ തയ്യാറാണ്. അതുപോലെ തന്നെ ഇത് നീട്ടാൻ തയ്യാറാവും. ഈ 8-ാം തീയതിക്ക് ഇത് തീരൂല, ഒരു 30-ാം തീയതി വരെയെങ്കിലും ഇത് നീട്ടിക്കൊടുക്കാനും സർക്കാർ തയ്യാറാവും. അങ്ങനെ ഇത് പരിപൂർണമായും പൂർത്തീകരിച്ച് കേരളത്തിലെ റേഷൻ സംവിധാനം കുറയാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള സംവിധാനം നമ്മളുണ്ടാവണം. പരമാവധി വ്യാപാരികൾ സഹകരിക്കും, ജനങ്ങളെ സഹകരിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനും സന്നദ്ധ സംഘങ്ങൾക്കാണ്. ഞങ്ങളും ഞങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ 30-ാം തീയതി വരെ നീട്ടിക്കൊണ്ട് ഇത് മുഴുവൻ ആൾക്കാരെയും, ഈ കുട്ടികൾ മറ്റ് സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, അതേ മറ്റ് ജില്ലകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, വിദേശത്തും ഇപ്പോൾ കുട്ടികൾ കൂടുതൽ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരു അനുകൂലമായ നിലപാടെടുത്ത് ഇവരുടെ റേഷൻ മുടങ്ങാതെ ഉള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.